വാർത്തകൾ തുടരുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം. ഒരു ക്വാർട്ടേഴ്സ് ഭാഗികമായി കാട്ടാനക്കൂട്ടം തകർത്തു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17ാം ബ്ലോക്കിലാണ് സംഭവം. ഇന്ന് വെളുപ്പിന് 3 മണിയോടെയായിരുന്നു ആക്രമണം. ഇവിടുത്തെ ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. സിജി എന്ന തൊഴിലാളി താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് നേരെയാണ് കാട്ടാന ആക്രമണം അഴിച്ചുവിട്ടത്. ക്വാർട്ടേഴ്സിന്റെ മുൻഭാഗം ഭാഗികമായി ആനകൾ തകർത്തു. ആനക്കൂട്ടം ഭിത്തികളിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് സിജി ഉറക്കമുണർന്നതോടെയാണ് സംഭവം അറിയുന്നത്. ഉടൻ സിജി മകനെയും കൊണ്ട് മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് ഓടി മാറിയതിനാൽ ആളപായം ഒഴിവായി. തുടർന്ന് പ്ലാന്റേഷൻ തൊഴിലാളികൾ സംഘടിച്ച തീയിട്ട് ഒച്ചവെച്ചതിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷമാണ് ആനക്കൂട്ടത്തെ തുരത്താൻ കഴിഞ്ഞത്. കേച്ചേരി മഴുവഞ്ചേരിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന്റെ പുറകിൽ വരികയായിരുന്ന തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന പുതുമന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന്റെ പുറകുവശവും സ്വകാര്യ ബസിന്റെ മുൻവശവും തകർന്നു. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് അശ്രദ്ധമായി തങ്ങളുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്ന് ശബരിമല തീർത്ഥാടകരായ ഇതര സംസ്ഥാനക്കാർ പറഞ്ഞു. അപകടത്തിൽ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ശബരിമല തീർത്ഥാടകരും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. കടലിൽ ഉല്ലാസയാത്ര നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. പിഴ ചുമത്തി. അഴീക്കോട് നിന്ന് ഇന്ന് രാവിലെ പുറപ്പെട്ട ഏങ്ങണ്ടിയൂർ സ്വദേശി നാരായണദാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഓസ്ട്രിച്ച് ക്രൂയിസ് എന്ന പേരുള്ള ഇരുനില ഉല്ലാസ നൗക യാതൊരുവിധ അനുമതി പത്രമോ രേഖകളോ ഇല്ലാതെയാണ് കടലിലൂടെ സഞ്ചരിച്ചത്. ചേറ്റുവ അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ ആടിയുലഞ്ഞ് അപകടകരമായ രീതിയിൽ കടലിലൂടെ നീങ്ങുന്ന ഉല്ലാസ നൗക ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോൾ ബോട്ട് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന കെട്ടുവള്ളം പരിശോധനയിൽ രേഖകളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സാറ്റലൈറ്റ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ നൌകയെ കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ ഹെലികോപ്റ്റർ എത്തി പരിശോധിച്ചിരുന്നു. അഴീക്കോട് പോർട്ട് ഓഫീസിന്റെ അനുമതിയില്ലാതെ കടലിലൂടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം സഞ്ചരിച്ചു വന്ന ഉല്ലാസ നൌക മത്സ്യബന്ധനയാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകുകയും പിഴയൊടുക്കി ഉല്ലാസ നൌക ഉടമയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ED ലിസിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത്. സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗിലെ ഉദ്യോഗസ്ഥരായ ER ഷിനിൽകുമാർ, VA പ്രശാന്ത് കുമാർ, VM ഷൈവു, സീ റെസ്ക്യൂ ഗാർഡ്മാരായ ഷഫീഖ്, പ്രമോദ്, ബോട്ട് സ്ട്രാങ്ക് റഷീദ്, ഡ്രൈവർ KM അഷ്റഫ് എന്നിവർ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ചന്ദ്രാപിന്നിയിൽ തോട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും. തൃശൂരിൽ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര അടർന്നു വീണ അപകടം. തൃശൂർ വടക്കാഞ്ചേരി വാഴക്കോട് ടെമ്പോ ട്രാവലർ മറിഞ്ഞ അപകടം. തൃശൂർ സ്വദേശികളായ 2 പേർക്ക് പരുക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.